എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. ചൂടുകാലമായി കഴിഞ്ഞാൽ തണുപ്പോടുകൂടി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ടാണ് തണ്ണിമത്തൻ. ഈ ഒരു തണ്ണിമത്തൻ വാങ്ങുവാണെങ്കിൽ കുറച്ച് ഭാഗമൊക്കെ നമ്മൾ കഴിച്ചു തീർക്കാറുണ്ട്. ബാക്കിയുള്ളത് ചീത്തായി പോവാറൊക്കെയാണ് പതിവ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു തരി പോലും കേടായി പോകാതെ വളരെ കാലത്തേക്ക് നമുക്ക് വീട്ടിലുണ്ടാക്കി സൂക്ഷിക്കാനും പറ്റുന്ന ഒന്നാണ് സ്ക്വാഷ്. തണ്ണിമത്തം വെച്ചിട്ട് ഇതുപോലൊരു സ്ക്വാഷ് നിങ്ങൾ തയ്യാറാക്കി വെക്കുവാണെങ്കിൽ ഒരു നേരത്തേക്ക് മാത്രമല്ല ഒരു മാസം മുഴുവനും തന്നെ നിങ്ങൾക്ക് വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ്. ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാട്ടോ. വളരെ എളുപ്പത്തിലാണ് നമുക്കിത് ഒരുപാട് കാലത്തേക്ക് ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നതും. വീഡിയോയിൽ കൂടെ ഞാനിപ്പോൾ പലതരത്തിലുള്ള സ്ക്വാഷുകൾ ഉണ്ടാക്കി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എന്റെ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് തണ്ണിമത്തൻ വെച്ചിട്ടാണ്. ഇതിപ്പോൾ 2.5 കിലോ അളവുണ്ട്. നമ്മുടെ ഈ ഒരു തോലെല്ലാം ചെത്തി മാറ്റി വരുമ്പോഴേക്കും നമുക്ക് 1 കിലോ അളവിൽ മാത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്നും കാമ്പ് കിട്ടുക. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ നിന്നും കാമ്പൊക്കെ ഒന്ന് എടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഈ തണ്ണിമത്തനൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഈ ഒരു കാമ്പ് മാത്രം നമുക്കൊന്ന് കോരിയെടുക്കാം. ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ തണ്ണിമത്തൻ ഇതുപോലെ ഒന്ന് ചുരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ തണ്ണിമത്തൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ തണ്ണിമത്തനിലേക്ക് ഒരു പീസ് കറുവപ്പട്ട, ഒരു 10-12 ഏലക്ക ഒന്ന് ചതച്ചെടുക്കണം. ഏലക്ക ചതച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചുകൂടെ ചേർക്കാം. ഇഞ്ചി ഞാൻ ഇതുപോലാണ് ചതച്ച് ചേർക്കുന്നത്. കാരണം നമ്മളിത് വെന്ത് വരുമ്പോഴേക്കും ഈ ഒരു കഷ്ണങ്ങൾ എടുത്ത് ഇതിൽ നിന്നും മാറ്റേണ്ടതാണ്. കഷ്ണങ്ങൾ വേവിച്ചെടുക്കാനായിട്ട് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊന്ന് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒരു തരി പോലും വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു തണ്ണിമത്തലിൽ ധാരാളം വെള്ളം ഉള്ളതാണ്. ഇനി നമുക്ക് ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ കഷ്ണങ്ങൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടുന്നതാണ്. നമ്മൾ ഇതുപോലെ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ഇളക്കി കൊടുക്കുവാണെങ്കിൽ ഇതിൻ്റെ കുരുവെല്ലാം താഴെ തന്നെ അടിഞ്ഞു കൂടി വരാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലിൽ നിന്നും ഇതുപോലെ ഒന്ന് മാറ്റി മിക്സിയുടെ ജാറിലേക്ക് മാറ്റുവാണെങ്കിൽ കുരു വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നീക്കം ചെയ്യാനും സാധിക്കുന്നതാണ്. ഒരു 2 മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതിയാകും. കാരണം നമുക്ക് ഈ പൾപ്പാക്കി മാറ്റിയതിന് ശേഷം ഇനി ഇതിനെ ഒന്നുകൂടെ വേവിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഒന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതിയാകും. ഈ ഒരു രീതിയിൽ നമ്മൾ വേവിച്ചിട്ട് അരച്ചെടുത്ത് ചെയ്യുമ്പോഴാണ് പൾപ്പിന് നല്ല കട്ടി കിട്ടുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചുരണ്ടി എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ജ്യൂസ് നമുക്ക് അടിച്ചെടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ മൂടി വെച്ച് വേവിച്ചെടുത്ത കഷ്ണങ്ങൾ തുറന്ന് നോക്കാം. എല്ലാ പോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇഞ്ചിയും ഏലക്കയും കറുവപ്പട്ടയൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ഒന്ന് ചൂടാറി വന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചുകൂടി എടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് തണുപ്പിച്ചെടുക്കാനായിട്ട് വെച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ചൂടാറി വന്നിട്ടുള്ള ഈ ഒരു തണ്ണിമത്തൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനിയിപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു തണ്ണിമത്തൻ ജ്യൂസ് ഒരു അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇതുപോലെ അരിച്ചെടുത്തില്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഉണ്ടാക്കിയെടുക്കുന്ന ജ്യൂസിന് ഒരു ചവർപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ അരിച്ചെടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ഇതുപോലെ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. അതുപോലെ നിങ്ങൾ നാരങ്ങാ നീര് ചേർത്ത് മാത്രം തിളപ്പിച്ച് വെക്കുക. നമ്മുടെ വീഡിയോസിൽ ഇപ്പോൾ ഒരുപാട് പേരുടെ കമൻ്റ് ഉണ്ട്, ഞങ്ങൾ ഡയബറ്റിക് പേഷ്യൻസ് ആണ്, ഞങ്ങൾക്ക് കുടിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ നിങ്ങൾ മധുരത്തിൻ്റെ അളവ് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. 1 ലിറ്റർ ജ്യൂസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാനിതുവരെയും ജ്യൂസുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി കാണിക്കുമ്പോൾ ഒരു തുള്ളി കളർ പോലും ചേർത്തിട്ടില്ല. ഒറിജിനൽ കളറാണ് കാണിച്ചു തരുന്നതും. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കൂടെ എടുക്കാം. തിളക്കുന്നത് വരെയും നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് അടിയിൽ പിടിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിനായിട്ടുള്ള 1/2 കിലോ പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. കാരണം ഈ ഒരു തണ്ണിമത്തന് മധുരം ഉള്ളതാണ്. അപ്പം അതുകൊണ്ട് അധികം പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇനിയിപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പഞ്ചസാര ചേർത്തിട്ട് തിളക്കുന്നത് വരെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. പഴവർഗ്ഗങ്ങൾ വേവിച്ചുടച്ച പൾപ്പാണ് കേട്ടോ സ്ക്വാഷാക്കി എടുക്കുന്നത്.
ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ജ്യൂസ് തയ്യാറാക്കി കുടിക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തോളൂ. ഇനിയിപ്പോൾ നിങ്ങൾ സിട്രിക് ആസിഡൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കുവാണെങ്കിൽ കൂടുതൽ 6 മാസം വരെയൊക്കെ നമുക്കിത് സൂക്ഷിച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ പൾപ്പ് ഇവിടെ ഇതുപോലെ ഒന്ന് തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഒന്നും കൂടി ഇതിലെ വെള്ളം വറ്റി ഒന്ന് കട്ടിയായി വരണം. അതുവരെയാണ് കേട്ടോ നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലുള്ള അമിത വെള്ളം ഒന്ന് വറ്റി വരണം. അതിനായിട്ട് ഒന്ന് തുറന്നു വെച്ച് വറ്റിച്ചെടുക്കാം. ഇതേ ഒരു കളറിലേക്കാണ് മാറി വന്നിട്ടുള്ളത്. കുറച്ചുകൂടെ ഒന്ന് വെള്ളം വറ്റി വരാനുണ്ട്. അപ്പം നമുക്കൊരു 10 മിനിറ്റ് നേരം കൂടെ തിളപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ജ്യൂസ് ഇപ്പോൾ നല്ല കട്ടിയായൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് 2 ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ചേർക്കണം. നാരങ്ങ നീര് ചേർക്കുന്നത് നമ്മുടെ ഈ ഒരു സിറപ്പ് തയ്യാറാക്കി വെക്കുമ്പോൾ അതൊന്ന് കേടായി പോകാതിരിക്കാനും ഇതിൽ നിന്നുള്ള പഞ്ചസാരയൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ആ ഒരു അഴുക്ക് പതയായിട്ടൊന്ന് പുറത്തേക്ക് കിട്ടാനുമാണ് ചേർക്കുന്നത്. നാരങ്ങ കുരുവില്ലാതെ ചേർത്താൽ ഇതിന് കയ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. പല ആൾക്കാരുടെയും സംശയങ്ങളാണ്. ഇതിനുള്ള മറുപടിയാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നാരങ്ങയുടെ നീര് ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ വെട്ടി തിളപ്പിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ചൂടാറി വന്നതിന് ശേഷം നമുക്ക് ചില്ല് കുപ്പികളിലേക്ക് ആക്കിയിട്ട് സൂക്ഷിക്കാവുന്നതാണ്. നല്ല പോലെ തണുത്ത് വരുമ്പോൾ നമുക്ക് ഇതുകൊണ്ട് എങ്ങനെയാണ് ഒരു ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കൂടെ വീഡിയോയിൽ കാണിച്ചു തരാം. ഇനിയിപ്പോൾ തണുത്ത് വന്നിട്ടുള്ള സ്ക്വാഷ് നമുക്ക് കുപ്പിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് തന്നെ വിശ്വസിക്കുവാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.